ഗായ്സ്, അപ്പം നമുക്കിന്നൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം. ആദ്യം തന്നെ ഞാൻ പാനിനകത്തോട്ട് ചിക്കൻ ഫ്രൈ ചെയ്തിടും. ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് നോർമൽ മസാല തന്നെ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് ഉപ്പ്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ട് അതിനെ ഞാൻ ഒന്ന് പാനിനല്ലല്ലോ എണ്ണയിലോട്ട് ഈ പാത്രത്തിനകത്തോട്ട് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ല പോലെ എന്ന് വെച്ചാൽ നമ്മളൊന്ന് ക്രിസ്പി ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് കുക്കാവുന്ന കണക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കരിയാതെ നോക്കണം. ഞാൻ ആദ്യം തീ കൂട്ടിയിട്ട് പിന്നെ തീ കുറച്ചിട്ട് പിന്നെ അതിനെ ഒന്ന് ജസ്റ്റ് അതിൽ നിന്ന് കുക്കായി വന്നപ്പോൾ മാറ്റി ആ ഓയിലിലോട്ട് തന്നെ ഞാൻ കുറച്ച് സവാള സ്ലൈസ് ചെയ്തിട്ട് കൊടുത്ത് അതിനുശേഷം അതിനകത്തോട്ട് കുറച്ച് ഉപ്പും ചേർത്ത് അത് നല്ല വയന്ന് വരുന്നത് വരെ നമ്മൾ വയറ്റിക്കൊണ്ടേ ഇരിക്കണം. എപ്പോഴും ഇങ്ങനെ ഇളക്കിയൊന്നും കൊടുക്കണ്ട, ജസ്റ്റ് ഇടയ്ക്കിടയ്ക്കൊന്ന് അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് സ്ലൈസ് ചെയ്ത് അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് അതിനുശേഷം ഒരു പച്ചമുളക്, കാരണം ആ മുളക് പൊടിക്ക് ഇച്ചിരി എരി കൂടുതലാണ്, അതുകൊണ്ട് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്ത് അതും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് പിന്നെ ഒറ്റ തക്കാളി ഞാൻ എടുത്തിട്ടുള്ളൂ. ഒറ്റ തക്കാളി ഇട്ട് കൊടുത്ത് തക്കാളി നല്ലപോലെ സോട്ടായി വന്നപ്പോഴത്തേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇതെല്ലാം പിന്നെ ഗരം മസാലയും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം കരിയാതെ നോക്കണം, തീ കുറച്ചിടണം. ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത മുളകാണ് കുരുമുളക്, അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ട് അതിനകത്തോട്ട് ജസ്റ്റ് ഒരു ഇച്ചിരി വെള്ളം, അത് നിങ്ങൾക്ക് പച്ചവെള്ളം വേണമെങ്കിലും ഒഴിക്കാം, ചൂടുവെള്ളം വേണമെങ്കിലും ഒഴിക്കാം. ഞാനിവിടെ പച്ചവെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. നിങ്ങൾ ഇത് കരിയാതെ നോക്കണം. മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്, അതുകൊണ്ട് ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ തീ കുറച്ചങ്ങ് ഇട്ടാൽ മതി, അപ്പോൾ കരിഞ്ഞൊന്നും പോത്തില്ല. അതിനുശേഷം അതിനകത്തോട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം അതൊന്ന് കുക്കാവാൻ വെച്ചിരിക്കണം. ഓൾറെഡി എല്ലാം കുക്കായി കാണും, എന്നാലും ഒന്ന് മിക്സ് ആവട്ടെ, അവിടെ ഇരിക്കട്ടെ എന്ന് കരുതി അവിടെ വെച്ചിരിക്കണം. അതിന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം അത് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഇത് കുറച്ച് ചിക്കനേ ഉള്ളൂ, കുറച്ച് ചിക്കനെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ, സോറി ഗൈസ്, അതുകൊണ്ട് കുറച്ച് ചിക്കനേ ഉള്ളൂ. അപ്പോൾ അതെടുത്ത് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യണം. ഞാൻ ഉപ്പൊന്നും നോക്കിയിട്ടില്ല, കാരണം എൻ്റെ അളവിൽ ഉപ്പ് കറക്റ്റ് ആയിരിക്കും. ഉപ്പൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം. പിന്നെ എരിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിനിടാം. നമുക്ക് അത്ര പറ്റാത്തതുകൊണ്ട് ഇത് എരി കൂടിയെന്ന് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ട്. എരിയൊക്കെ ഇച്ചിരി കൂടിപ്പോയിട്ടുണ്ട്, കാരണം മുളക് പൊടി ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അത്ര പരിചയമില്ലായിരുന്നു, ഇച്ചിരി മാറിപ്പോയി. അത് സാരമില്ല, നിങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാൽ മതി. കുരുമുളക് ഇടുന്നത് കൊണ്ട് മുളക് പൊടി ആവശ്യത്തിന് ഇട്ടാൽ നല്ല എരിയായിരിക്കും. അതിനുശേഷം കുറച്ചും കൂടി ഒന്ന് ശരിയാക്കിയൊക്കെ വെച്ചതിന് ശേഷം കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഒന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കുക. അങ്ങനെ കുറേ നേരം കഴിയുമ്പോൾ നമുക്ക് വറ്റിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ കറി ഇത്രയേ ഉള്ളൂ. ബൈ.